അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ തജ്വീദിലെ ഒന്നാമത്തെ പാഠമായ ഫളാഇലു തിലാവത്തിൽ ഖുർആനി വഹിഫ്ളിഹി. ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെയും മനഃപ്പാഠമാക്കുന്നതിന്റെയും ശ്രേഷ്ഠതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും പുസ്തകം തുറന്ന് ഒന്നാം പാഠത്തേക്ക് നോക്കിയിരിക്കട്ടോ. എല്ലാവരും ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ദിവസേന പാരായണം ചെയ്യുന്നതും മനഃപ്പാഠമാക്കിയതുമായ ഗ്രന്ഥമേതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഓതുന്ന ഗ്രന്ഥം ഏതാണെന്ന്? നമുക്കെല്ലാവർക്കും അറിയല്ലേ ഏതാണ്? നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ എന്നാണ് ഉത്തരം. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്ത് ഓതുന്ന ഗ്രന്ഥം ഏതാണ്? നമ്മുടെ ഖുർആൻ ട്ടോ. ഇനി ബോക്സ് നോക്കാം. ലോകത്ത് ഏകദേശം 150 കോടി ആളുകൾ ദിനേന ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. അപ്പൊ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? 150 കോടി ആളുകള്. ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ ഏകദേശം 10 മില്യൺ ഹാഫിളുകൾ ലോകത്ത് ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ഖുർആന് ഹാഫിൽ അഥവാ മനഃപ്പാഠമാക്കിയവർ എത്ര ആൾക്കാരുണ്ട്? ഹാഫിളുകള് 10 മില്യൺ ആൾക്കാരുണ്ട്. 5 വയസ്സ് മുതൽ 90 വയസ്സ് കഴിഞ്ഞവർ വരെ ഈ കൂട്ടത്തിൽ ഉണ്ടെന്നാണ് കണക്ക്. അപ്പൊ ദിവസം ഖുർആൻ പാരായണം ചെയ്യുന്നവരിലും അതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ ഒക്കെ കണക്ക് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ 5 വയസ്സ് മുതൽ 90 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ വരെ ഉണ്ട് ട്ടോ. കാരണം ഓരൊക്കെ ഖുർആൻ ഓതൂലേ, ഹാഫിലിങ്ങൾ ഉണ്ടാവൂല അത്രയും വയസ്സായവരൊക്കെ. അതുകൊണ്ടാണ് ട്ടോ അങ്ങനെ പറഞ്ഞത് അവിടെ. ഇനി അടുത്ത പാരാഗ്രാഫ് നോക്കട്ടോ. ദുനിയാവിലും ആഖിറത്തിലും ഏറെ പുണ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, ഇത്രയും ആൾക്കാർ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും കാരണം എന്താണ്? ദുനിയാവിലും ആഖിറത്തിലും പുണ്യമുള്ള കാര്യമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്കും അവരുടെ മാതാപിതാക്കൾക്കും പരലോകത്ത് അള്ളാഹു വലിയ പ്രതിഫലവും ആദരവും നൽകുന്നു. അപ്പൊ ഖുർആൻ മനഃപ്പാഠമാക്കിയാല് ഓൽക്കും ഓലെ മാതാപിതാക്കളൊക്കെ എന്താവും? അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് ആദരിക്കും. എങ്ങനെ ആദരിക്കാന്നറിയോ? നോക്കിക്കോളി, പുസ്തകത്തിൽ പറയണ്ട എങ്ങനെയാണ്. മാതാപിതാക്കൾക്ക് പ്രകാശത്താലുള്ള കിരീടവും ധരിക്കപ്പെടും. അഥവാ പ്രകാശത്താലുള്ള ഒരു കിരീടം എന്താവും? അവരുടെ മാതാപിതാക്കളെ ധരിപ്പിക്കപ്പെടും ട്ടോ. അപ്പൊ നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലൊക്കെ ഖുർആൻ പഠിച്ചാൻ പോയിട്ട് ഹാഫിളായി വന്നാല്, നാളെ മരിച്ചു ചെന്നാല് നിങ്ങളെ ഉമ്മാരുണ്ടല്ലോ, ഉമ്മാരുപ്പാരും മാതാപിതാക്കള്, ഓൽക്കെന്താവും? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്താലുള്ള ഒരു കിരീടം ധരിപ്പിക്കോട്ടോ. ഓലെ തലയിൽ വെച്ചുകൊടുക്കും. അപ്പൊ ഖുർആനൊക്കെ പഠിക്കാൻ പോണ ഹാഫിലിങ്ങളൊക്കെ ഉണ്ടാവൂല നമ്മുടെ നാട്ടില്. അപ്പൊ ഓലൊക്കെ ബഹുമാനിക്കട്ടോ. അത് മാത്രല്ല, ബാക്കി വായിച്ചു നോക്കി നിങ്ങള്. അവർ സ്വന്തം മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും അള്ളാഹുവിന്റെ മുന്നിൽ ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് നയിക്കും. അഥവാ ഹാഫിലിങ്ങൾക്ക് നാളെ മരിച്ചു ചെന്നാല് മാശറയിൽ നിക്കണ സമയത്ത് ഓല് സ്വർഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോ പടച്ചോനോട് പറയുമല്ലോ, പടച്ചോനെ ഇഞ്ച അമ്മയും വാപ്പയൊക്കെ അവിടെ ഒക്കെ ഉണ്ട്, അങ്ങനെ ഇഞ്ച കുടുംബക്കാരൊക്കെ ഉണ്ട്, ഓലും കൂടെ ഇഞ്ചപ്പോ സ്വർഗത്തേക്ക് ഓടണമെന്ന് പറയും. അങ്ങനെ അള്ളാഹു എന്താവും? ഓലും സ്വർഗത്തേക്ക് പോവാനായിരിക്കും. അപ്പൊ ഖുർആനൊക്കെ ഫുള്ള് കാണാതെ പഠിക്കട്ടോ. മനപ്പാടാക്കാൻ നല്ല കഴിവുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ എന്താവണം? ഖുർആൻ ഹാഫിളാവാൻ പോവന്നെയാണ് ഏറ്റവും നല്ല കേട്ടോ. പക്ഷെ മനപ്പാടാക്കി കഴിഞ്ഞാല് അത് മറക്കാതിരിക്കും വേണം. അതും കൂടെ ആദ്യം പറയാണ്. അല്ലാതെ ഹാഫിളായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ നമുക്ക് തിരിഞ്ഞു നോക്കാതെ നടക്കരുത്. നമ്മള് കാണാതെ ഓതി നോക്കിക്കൊണ്ടേ ഇരിക്കണം മരിക്കണത് വരെ. ഇനി അടുത്ത പേജിൽ നോക്കട്ടോ. നമ്മളും പാരായണം ശീലമുള്ള ലോകത്തെ മില്യൺ കണക്കിന് ആളുകളിൽ ഒരാളാവണം. അപ്പൊ നമ്മൾ എന്താണ്? എന്നും ഖുർആൻ ഓതണം. അപ്പോഴേ ലോകത്ത് ദിവസവും പാരായണം ചെയ്യുന്ന മില്യൺ കണക്കിന് ആളുകളിൽ നമ്മളും പെടുള്ളൂ. അങ്ങനത്തെ ഒരാളാവണം നമ്മൾ കേട്ടോ. ഇനി ബോക്സ് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനത്തുൻ വൽ ഹസനത്തു ബിഅശ്രിൻ അംസാലിഹാ. തുർമുദി എന്നുള്ള ഹദീസിന്റെ ഒരു കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്താ പറയണെന്ന് അറിയോ നിങ്ങൾക്ക്? കേട്ടോളി ട്ടോ. വിശുദ്ധ ഖുർആനിൽ ഒരക്ഷരം പാരായണം ചെയ്യുന്നത് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നന്മയാണ്. അപ്പൊ നമ്മൾ ഖുർആനത്തെ ഒരക്ഷരം ബി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കും, 10 ഇരട്ടി നന്മ ലഭിക്കും. ഇപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാത്രം ഓതിയാല്
നമുക്ക് അപ്പൊ 18 അറഫുണ്ടാവും അതില്. അപ്പൊ നമുക്ക് 150 നന്മ ലഭിക്കും. നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഓരോ ആയത്തെ നമ്മൾ ദിവസം നമ്മളെ പാഠം തന്നെ ഓതുകയാണെങ്കിൽ എത്ര അറഫാണ് നമ്മൾ ഓതും, അപ്പൊ അത്രത്തോളം പ്രതിഫലം നമുക്ക് ലഭിക്കും ട്ടോ. ഇനി നോക്കുക, ഖുർആനിലെ ഓരോ അക്ഷരങ്ങളും തജ്വീദ് നിയമങ്ങൾ പാലിച്ച് കൃത്യമായി പാരായണം ചെയ്താലേ ഈ പുണ്യങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ തജ്വീദ് പഠിക്കണത്. അപ്പൊ അതിനനുസരിച്ച് വേണം ഖുർആൻ ഓതാൻ. ഇപ്പൊ നമ്മൾ 3-ാം ക്ലാസ്സിന്നും 4-ാം ക്ലാസ്സിന്നും 5-ാം ക്ലാസ്സിന്നൊക്കെ ഒരുപാട് നിയമങ്ങൾ പഠിച്ചില്ലേ. അപ്പൊ ആ പഠിച്ച നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഖുർആൻ ഓതാൻ ട്ടോ. അപ്പോഴേ നമുക്ക് ഇത്ര പ്രതിഫലം കിട്ടുള്ളൂ. ബാക്കി നോക്കി നിങ്ങള്. എന്താ പറയണേ? ഖുർആനിന്റെ ആളുകൾ, അതായത് ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഖുർആന്റെ ആളുകൾ പറഞ്ഞ ആരാണെന്ന് അറിയോ? ആ ബ്രാക്കറ്റിലുള്ളത് മാത്രം വായിക്കട്ടോ. അത് പഠിക്കുകയും പാരായണം നിത്യമാക്കുകയും ചെയ്യുന്നവരാണ്. ഓലാണ് ആര്? ഖുർആനിന്റെ ആളുകള്. ഇനി ഫസ്റ്റത്തെ പാരഗ്രാഫ് മാത്രം നോക്കിട്ടോ, ബ്രാക്കറ്റ് ഇല്ലാതെ വായിക്കണം. ഇനി ഖുർആനിന്റെ ആളുകൾ അള്ളാഹുവിന്റെ സ്വന്തക്കാരും പ്രത്യേകക്കാരുമാണ് എന്നും ഹദീസിൽ കാണാം. അപ്പൊ ഖുർആന്റെ ആൾക്കാർ ആരാളാണ്? അള്ളാന്റെ ആളാണ് ഖുർആന്റെ ആൾക്കാര്. ആരാണ് ഈ ഖുർആന്റെ ആൾക്കാര് അറിയോ? അത് പഠിക്കുകയും പാരായണം നിത്യമാക്കുകയും ചെയ്യുന്നവരാണ്. ഓലൊക്കെ അള്ളാന്റെ ആൾക്കാരാണ്. അപ്പൊ നമുക്കും അള്ളാന്റെ ആൾക്കാരാവണ്ടേ? അപ്പൊ നമ്മൾ എന്താവണം? ഖുർആന് പഠിക്കും വേണം. നിത്യം നിത്യം എന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും എന്താവണം? ഖുർആന് പാരായണം ചെയ്യും വേണം ട്ടോ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കി നിങ്ങള്. ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയെ നബി തങ്ങൾ നല്ല രുചിയും സുഗന്ധവുമുള്ള നാരങ്ങയോടാണ് ഉപമിച്ചത്. അപ്പൊ ഖുർആന് ദിവസം പാരായണം ചെയ്യണ ആൾക്കാരെ നബി ഉപമിച്ചത് എന്തിനോടാ അറിയോ നിങ്ങക്ക്? നല്ല സുഗന്ധമുള്ള നാരങ്ങ ഉണ്ടാവൂലേ, നാരങ്ങ മുറിച്ച നല്ല മണം ഉണ്ടാവൂലേ. ഈ ഓറഞ്ചൊക്കെ മുറിച്ച് നോക്കി നിങ്ങള്. അപ്പുറത്തിരിക്കുന്ന കുട്ടി ചിലപ്പോ വന്ന് ചോദിച്ചു നിങ്ങളടുത്ത്, ഇവിടെ ഓറഞ്ച് ഉണ്ടോ ചോദിച്ചും. അതിന്റെ മണം കൊണ്ടാണത്. അപ്പൊ അങ്ങനത്തെ നല്ല മണത്തിനോടാണ് എന്തായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത്. ഇനി അടുത്ത വരി നോക്കി നിങ്ങള്. ഖുർആൻ പാരായണം ചെയ്യാത്ത കപട വിശ്വാസിയെ ആട്ടങ്ങയോടാണ് ഉപമിച്ചത്. അതിന്റെ രുചി എന്താ നിങ്ങൾക്ക് അറിയോ? കയ്പാണ് ആട്ടങ്ങന്റെ രുചി. അതിനൊരു വാസന ഉണ്ടാവൂല. അത് മുറിച്ചാലും ഒരു മനസ്സറിയില്ല. നിങ്ങൾ തിന്നാ കഴിച്ചിട്ട് നിങ്ങൾ തന്നെ തുപ്പും ചീച്ചും. അപ്പൊ ഖുർആൻ ഓതിച്ചില്ലാണ്ടെങ്കി ഓനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത് എന്തിനോടാണ്? ആട്ടങ്ങയോടട്ടോ. ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയെ ഉപമിച്ചത് നല്ല സുഗന്ധവും രുചിയുമുള്ള നാരങ്ങയോടും. ഇനി അടിയത്തെ ബോക്സ് നോക്കി, ഈ പേജിലെ അവസാനത്തെ ബോക്സ്. അതിലെന്താ പറയണ അറിയോ? ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആള് നല്ല രുചിയും സുഗന്ധമുള്ള നാരങ്ങ പോലെയും പാരായണം ചെയ്യാത്ത കപട വിശ്വാസിയെ ആട്ടങ്ങ പോലെയുമാണെന്ന് പറഞ്ഞില്ലേ. അതിന്റെ ഹദീസാണ് ട്ടോ പെട്ടിക്കോളത്തില്. മസലുൽ മുഅ്മിനില്ലദീ യഖറഉൽ ഖുർആന കൽ ഉത്റുജ. ഉത്റുജ എന്താ അറിയോ? തഅമുഹാ ത്വയ്യിബുൻ വരീഉഹാ ത്വയ്യിബുൻ, അഥവാ നാരങ്ങ കേട്ടോ. ഉത്റുജ പറഞ്ഞാല് വമസലുൽ മുനാഫിഖില്ലദീ ലാ യഖറഉൽ ഖുർആന കമസലിൽ ഹൻളല. ഹൻളല പറഞ്ഞാ എന്താ അറിയില്ലേ? ആട്ടങ്ങ ട്ടോ. ലൈസ ലഹാ റീഹുൻ, അതിനെന്തില്ല? ഒരു വാസനില്ല. അപ്പൊ തഅമുഹാ, അതിന്റെ രുചി പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? മുറുൻ, കയ്പുള്ളതാണ്. ഇപ്പൊ നമ്മള് മേലെ പറഞ്ഞല്ലോ, അതിന്റെ ഹദീസാണ് അത് ട്ടോ. അപ്പോ സമയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹദീസ് എന്താവുക, പഠിച്ചിട്ട് അതിന്റെ അർത്ഥം എന്നുള്ള രൂപത്തിൽ മുകളിലത്തെ പഠിക്കട്ടോ. ചിലപ്പോ ഒരു പക്ഷെ എന്താവുള്ളൂ, പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. വലിയ ഹദീസ് ആയതുകൊണ്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ വലിയ കുട്ടികളായില്ലേ, 6-ാം ക്ലാസ്സിലേക്ക് എത്തിയില്ലേ. ഇനി എല്ലാരും പുസ്തകത്തിന്റെ അപ്പുറത്ത് പേജ് മറിച്ചേ. എന്താ പറയണേ? ഖുർആനിലെ ചില സൂറത്തുകളും ആയത്തുകളും മനഃപ്പാഠമാക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ശരിയെന്നല്ലേ? നമുക്ക് ഖുർആനത്തെ ചില സൂറത്താണ് ആയത്തുകളൊക്കെ അറിയില്ലേ? നമ്മൾ പഠിച്ചല്ലേ ആയത്തുൽ കുർസി, ആയത്ത് എന്നുള്ള രൂപത്തില്. ഖുർആനിൽ നമുക്ക് കുറെ സൂറത്തുകൾ അറിയാം. അപ്പൊ കഴിഞ്ഞ വർഷം 5-ാം ക്ലാസ്സിൽ യാസീന് കാണാൻ പഠിച്ചു അല്ലേ? അങ്ങനെ ഒരുപാട് ചെറിയ സൂറത്തുകൾ നമുക്ക് അറിയില്ലേ? അതാണ് പറഞ്ഞത്, ഖുർആനിലെ സൂറത്തും ആയത്തും മനഃപ്പാഠമാക്കാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവൂല എന്നുള്ളത്. ഇനി ബാക്കി നോക്കട്ടോ. ഖുർആൻ അല്പം പോലും ഹൃദയത്തിലില്ലാത്തവരെ തകർന്നു പോയ വീടിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത്. നിങ്ങൾ കഴിഞ്ഞ വർഷം 5-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചുക്കണോ? ഒരു ഡൗട്ട് ഉണ്ട്. ഏതായാലും അടുത്ത പാരഗ്രാഫ് നോക്കട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മദ്രസയിൽ ചെറിയ ക്ലാസ് മുതലേ പല സൂറത്തുകളും ആയത്തുകളും മനഃപ്പാഠമാക്കുന്നത്. അത് ജീവിതത്തിൽ നിത്യമായി പാരായണം ചെയ്യുന്നതിന് നാം പരിശ്രമിക്കണം. അഥവാ ദിവസവും ഓതാൻ വേണ്ടി നമ്മൾ എന്താവണം? പരിശ്രമിക്കണം.
മനപ്പാഠമാക്കിയത് മറന്നു കളയുന്നത് വലിയ കുറ്റമാണ്. അപ്പൊ മനപ്പാഠമാക്കിയാൽ എന്താവാൻ പറ്റൂല, മറന്നു പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മള് ഖുർആന് മനപ്പാഠമാക്കണം, ഹാഫിലീങ്ങളാവണം, അതിന് കഴിവുള്ള ആൾക്കാരെന്ന്. പക്ഷെ ഹാഫിലീങ്ങളായാല് അതിന് ശേഷം എന്താവരുത്, ആ പഠിച്ചത് മറന്നു പോവരുത് കേട്ടോ. എന്താണ്, ഇത് വലിയ കുറ്റമാണ് കേട്ടോ ഖുർആൻ പഠിച്ചത് മറക്കല്. ഇനി നോക്കുക, ഖുർആനിലെ ചില സൂറത്തുകളും ആയത്തുകളും പാരായണം ചെയ്യുന്നതിന് പ്രത്യേക പുണ്യങ്ങളുണ്ട്, അഥവാ ധാരാളം പ്രതിഫലമുണ്ട്. എന്തൊക്കെയാണ് നോക്കട്ടോ. ഫസ്റ്റ് നോക്കിയ കോളത്തിൽ എന്താ കാണുന്നത്, സൂറത്തുൽ യാസീൻ. ഒരാൾ യാസീൻ സൂറത്ത് ഓതിയാല് 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലം ലഭിക്കും കേട്ടോ. അപ്പൊ 10 തവണ ഖുർആന് ഫുള്ള് ഓതിയ പ്രതിഫലം ലഭിക്കും. ഒരു ദിവസം ഒരു യാസീൻ ഓതിയാൽ മതി. അടുത്തത് നോക്കി നിങ്ങൾ, സൂറത്തുൽ കഹ്ഫ്. നമ്മള് വെള്ളിയാഴ്ച ഓതലിലെ സൂറത്തുൽ കഹ്ഫ് ജുമാ ദിവസം ഓതിയാൽ അടുത്ത ജുമാ ദിവസം വരെ അവന് അള്ളാഹു പ്രത്യേക പരിരക്ഷ നൽകും. അഥവാ ഈ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതിയാല് അടുത്ത വെള്ളിയാഴ്ച വരെ പടച്ച റബ്ബ് അവനെ സംരക്ഷിക്കും. അവന് പെട്ടെന്ന് അപകടങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവൂല, മരണപ്പെടൂല. അള്ളാഹു അവനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ വെള്ളിയാഴ്ച ഓതിയാൽ എന്താവും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും ട്ടോ. ഇനി അടുത്തത് നോക്ക്, സൂറത്തുൽ വാഖിഅ. എല്ലാ രാത്രിയിലും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാത്രി സൂറത്തുൽ വാഖിഅ സൂറത്ത് ഓതിയാല് നമ്മുടെ വീട്ടില് ദാരിദ്ര്യം ഉണ്ടാവൂല. അടുത്തത് ഏതാണ്, സൂറത്തുൽ മുൽക്ക്. എല്ലാ രാത്രിയിലും ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും അതിന്റെ ശഫാഅത്ത് ലഭിക്കുകയും ചെയ്യും. അവ ഖബറിൽ നമുക്ക് ശഫാഅത്തായിട്ട് ലഭിക്കും. എന്ത് ഓതണം, എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതണം. തബാറക്കല്ലദീ എന്നുള്ള സൂറത്തില്ലേ, അത് ഓതിയാല് ഖബർ ശിക്ഷ എന്താവൂല, നമുക്ക് ഉണ്ടാവൂല. നമ്മളെ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കും, അതിനെ തൊട്ട് നമ്മൾ ഒഴിവാക്കും. ഇനി അടുത്ത സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ, അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തില്ലേ, അത് ഓതിയാല് ഖുർആനിന്റെ 1/3 10 തവണ ഓതിയാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു തരും. അഥവാ ഒരാൾ ഒരു തവണ ഓതിയാൽ എന്തായി, ഖുർആന്റെ 1/3 ഭാഗം ഓതിയ മാതിരിയായി. ഇനി ഒരു ദിവസം 10 തവണ ഓതിയാലോ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ച് തരും ചെയ്യും. ഇനി അടുത്ത സൂറത്താണ് ആയത്തുൽ കുർസി. അടുത്തത് ഒരു ആയത്താണ്, ഏതാണ്, ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞ ആയത്തില്ലേ, അത് ഓതിയാലുള്ള പ്രതിഫലം നോക്കി നിങ്ങള്. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ ആയത്ത് പാരായണം ചെയ്താൽ തിരിച്ചെത്തുന്നത് വരെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതി ഇറങ്ങുക. നമ്മള് വീട്ടിലേക്ക് തിരിച്ചെത്തുക, നമുക്കൊരു അപകടങ്ങളോ അങ്ങനെ ഒന്നും സംഭവിക്കൂല. അള്ളാഹു നമ്മളെ സംരക്ഷിച്ചും കൊണ്ടേയിരിക്കും കേട്ടോ. അതുപോലെ അടുത്തതാണ് ആമിന റസൂലു എന്നുള്ള ആയത്ത്. അത് ഓതിയാല് ഈ 2 ആയത്തുകൾ ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ അത് എല്ലാറ്റിനും മതിയായതാണ്. അവ ദിവസം ഈ 2 ആയത്ത് ഓതിയിട്ടാണ് ഒരാൾ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓനക്ക് അത് മതി, എല്ലാ കാര്യത്തിനും അത് മതി. അവന്റെ എല്ലാ കാര്യം വിജയിക്കും. ഓൻ കരുതിയ കാര്യങ്ങളൊക്കെ, ഹലാലായ എല്ലാ കാര്യങ്ങളും വിജയിക്കും, എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഒരുപാട് ഖുർആന്റെ സൂറത്തുകളെയും ആയത്തുകളൊക്കെ മഹത്വം പറഞ്ഞു അല്ലേ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ എന്താവുക, അത് പകർത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് ഈ പാഠത്തിൽ തദ്രീബാത്ത് ഒന്ന് പെട്ടെന്ന് നോക്കി പോവട്ടോ. ഫസ്റ്റ് ഉള്ളത് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്, ഖുർആനിൽ നിന്ന് അല്പം പോലും ഹൃദയത്തിലില്ലാത്തവരെ നബി തങ്ങൾ ഉപമിച്ചത് എന്തിനോടാണ് ഉപമിച്ചത്? തകർന്നു പോയ വീടിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരെ ഉപമിച്ചത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഖുർആനിൽ ഒരു അക്ഷരം പാരായണം ചെയ്താൽ എന്ത് പ്രതിഫലം ലഭിക്കും? നമ്മൾ പറഞ്ഞല്ലേ, എന്താ പ്രതിഫലം ലഭിക്കുക? ഒരു അക്ഷരം പാരായണം ചെയ്താല് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കും. അടുത്ത ചോദ്യം എന്താണ്, അവർ അള്ളാഹുവിന്റെ സ്വന്തക്കാരാകുന്നു. ആരാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാര്? ഖുർആൻ പഠിക്കുകയും പാരായണം നിത്യമാക്കുകയും ചെയ്തവർ അള്ളാഹുവിന്റെ സ്വന്തക്കാരാകുന്നു. ഇനി നാലാമത്തെ ചോദ്യം എന്താണ്, ഖുർആൻ ഓതുന്ന മുഅ്മിനിനെ നബി തങ്ങൾ ഉപമിച്ചത് എന്തിനോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത്? ഓതണ മുഅ്മിനിനെ എന്തിനോടാണ് ഉപമിച്ചത്? നല്ല രുചിയും സുഗന്ധവുമുള്ള നാരങ്ങയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത്.
ഇനി അവസാനത്തെ ചോദ്യം എന്താണ്? തകർന്നു പോയ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരെക്കുറിച്ചാണ് പറഞ്ഞത് തകർന്നു പോയ വീട് പോലെയാണെന്ന്? ഖുർആൻ അല്പം പോലും ഹൃദയത്തിൽ ഇല്ലാത്തവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്ത്? അവർ തകർന്നു പോയ വീട് പോലെയാണ് എന്നല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, യോജിച്ചത് എഴുതുക. ഒന്നാമത്തെ നോക്കി നിങ്ങള്, ഖുർആനിന്റെ മൂന്നിലൊന്നാണ് ഏത് സൂറത്താണ്? ഖുർആന്റെ മൂന്നിലൊന്ന് സൂറത്തുൽ ഇഖ്ലാസ്. പതിവാക്കിയാൽ ദാരിദ്ര്യം നീങ്ങും. ഏത് സൂറത്ത് പതിവാക്കിയാലാണ് ദാരിദ്ര്യം നീങ്ങുക? സൂറത്തുൽ വാക്കിഅ. ജുമുഅ ദിവസം ഓതുക. ഏത് സൂറത്താണ് ജുമുഅ ദിവസം ഓതേണ്ടത്? സൂറത്തുൽ കഹ്ഫ്. 10 പ്രാവശ്യം ഓതിയതിന് തുല്യമാണ്. ഏത് സൂറത്ത് ഓതിയാലാണ് 10 പ്രാവശ്യം ഓതിയതിന് തുല്യം? സൂറത്തുൽ യാസീൻ അല്ലേ? അപ്പൊ ആ രൂപത്തിലൊക്കെ പഠിക്കട്ടോ. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇനി ഈ പാഠത്തിൽ വന്ന 2 ഹദീസുകളും അതിന്റെ അർത്ഥങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ട്ടോ. അപ്പൊ അതൊക്കെ നോക്കി പഠിക്കുക. അപ്പൊ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താവുക? കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.